ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കണു. അപ്പം ഇന്ന് ചേനപ്പൂ വെച്ചിട്ട് ഒരു അടിപൊളി കറിയാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മളെ തൊടിയിൽ ഒരു ചേനപ്പൂവ് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഉമ്മമ്മ പോയിട്ട് കട്ട് ചെയ്ത് കൊടുന്ന് വെച്ചതായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ടെന്നാൽ ഒരു കറി ഉണ്ടാക്കി തരുമോ ചോദിച്ചപ്പോൾ ഉമ്മമ്മ ഞാൻ കറി ഉണ്ടാക്കാൻ എന്നാൽ അത് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എടുത്ത് കൊടുത്തിട്ട് ഞാനതൊന്ന് പൊളിച്ച് നോക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നല്ല ഭംഗിയാണല്ലോ ഇതിങ്ങനെ കാണാൻ. അപ്പോൾ അതാ അതിൻ്റെ ഈ പുറത്തുള്ള ഈ ഒരു പോളങ്ങനെ പൊളിച്ചെടുത്താൽ അതിൻ്റെ ഉള്ളിൽ നല്ല ഭംഗിയിൽ ഇങ്ങനെ അടിയിൽ ചെറിയ കുരുവായിട്ട് ഇങ്ങനെ കാണാം. പിന്നെ നടുഭാഗത്ത് വേറെ മുകളിൽ വേറെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അത് കഴിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അമ്മമ്മ വരണമൊന്ന് അതുകൊണ്ടൊരു കറി ഉണ്ടാക്കി നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് തോരൻ വെക്കാം, മസാല പോലെയൊക്കെ ഉണ്ടാക്കാം കേട്ടോ. മസാല വെക്കണ മാതിരിയൊക്കെ ഉണ്ടാക്കാം. അപ്പം ഞാനത് ഇങ്ങനെ പൊളിച്ചെടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കാൻ വിചാരിച്ചിട്ടോ. അപ്പം അമ്മമ്മ പുറത്ത് കൈ കഴുകുകയാണ് കേട്ടോ അത് കൊടുന്ന് തന്നിട്ട്. അപ്പം ഞാൻ വെറുതെ ഇതൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടി എടുത്തതായിരുന്നു. ഞാൻ കട്ട് ചെയ്തോളാന്ന് പറഞ്ഞിട്ട് പിന്നെ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മമ്മേനെ കേട്ടോ അതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതതിൻ്റെ പോളയൊക്കെ നല്ലതുപോലെ ചെറുതായി കട്ട് ചെയ്ത് പിന്നെ അതിങ്ങനെ പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ പൊളിച്ചെടുക്കുമ്പോൾ ചില ഇതിൻ്റെ പൂവിൻ്റെ ഉള്ളിലൊക്കെ പുഴുക്കളൊക്കെ ഉണ്ടാവും അത്രേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പുഴുണ്ടോ നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചു തരികയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അവിടെ ഇങ്ങനെ ചെറുതായിട്ടൊരു കേടുള്ള മാതിരി എനിക്ക് തോന്നിയതാണ്. അപ്പം ഞാൻ പറഞ്ഞു ആ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞാളി എന്ന് പറഞ്ഞിട്ട് ആ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞതാണ് കേട്ടോ അമ്മമ്മ. അല്ലാതെ അവിടെ പുഴും കേടൊന്നും ആയിട്ടില്ല, വിരിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ കേട്ടോ. ഇത് വിരിഞ്ഞ് കഴിഞ്ഞാലാണത്രേ പുഴു വരിക. അപ്പോൾ പിന്നെ അതുപോലെ ഇത് വിരിഞ്ഞ് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ മുറിച്ചെടുക്കണം അത്ര കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ആകെപ്പാടെ ഒരു ബാഡ് സ്മെല്ലൊക്കെ വന്ന് ആകെ പിന്നെ പുഴുവൊക്കെ വന്ന് കേടുവന്ന് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മമ്മ. അപ്പം അങ്ങനെ അമ്മമ്മ അത് തൊടിയിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുന്നതായിരുന്നു കേട്ടോ. ഞാനതവിടെ തൊടിയിൽ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കണത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അമ്മമ്മ അപ്പോഴേക്കും അത് അവിടുന്ന് കട്ട് ചെയ്ത് കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ അമ്മമ്മ അതൊക്കെ അങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിത് കറി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പരിപ്പ് എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പരിപ്പൊക്കെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇവിടെ കറിയിൽ അധികം മുളക് പൊടി ഇടൂല കേട്ടോ. പച്ചമുളകാണ് എരിവിന് ആവശ്യമായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇവിടെ മുളക് പൊടി ആർക്കും പറ്റാത്തതുകൊണ്ട് അങ്ങനെ മുളക് പൊടി ഇടൂല കേട്ടോ. പിന്നെ പരിപ്പും പച്ചമുളകും കൂടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ കുക്കറൊക്കെ ഫിസിലടിച്ചിട്ടുണ്ട്. ഞാനത് ഓഫാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ അത്യാവശ്യം വലിപ്പമുള്ളൊരു വലിയ ഉള്ളിയും പിന്നെ പുളിക്ക് ആവശ്യത്തിനുള്ള 3 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളിതിൽ പുളിയൊന്നും ഒഴിക്കാതെയാണല്ലോ വെക്കുക. അപ്പോൾ അത്യാവശ്യം പുളിക്ക് വേണ്ടിയിട്ട് ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള തക്കാളി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പരിപ്പ് വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കുക്കറൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് തുറന്ന് നോക്കുമ്പോൾ പരിപ്പൊക്കെ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനതൊക്കെ ഒന്ന് ഒരുതി ഇതാക്കിയിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളെ തക്കാളിയും സവാളയും പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചേനപ്പൂവും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഒരു കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു കളറിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് അത് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എരിവുണ്ടാവില്ലല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് സ്റ്റവിൽ വെക്കുകയാണ് ചെയ്യണത് കേട്ടോ. എന്നിട്ട് നമ്മൾ 2 വിസിലടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഓഫ് ചെയ്യുക. അപ്പോഴേക്കും ഇത് വെന്ത് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. ആ വേവാൻ വെച്ച സമയം കൊണ്ട് ഞാൻ തേങ്ങ ചെരുവി എടുത്തിട്ടുണ്ട്. ഒരു 5-6 ചെറിയ ഉള്ളിയും ഒരു 2-3 വെളുത്തുള്ളിയും കറിവേപ്പിലയും വലിയ ജീരകം ഇട്ടിട്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിൽ ചൂടായി വന്നപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. പിന്നെ അതിലൊരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുക്കർ വിസിലടിക്കണ്ടോയെന്നൊന്ന് നോക്കിയതാണ് കേട്ടോ ഞാൻ. അപ്പോൾ അതാ തേങ്ങ ഞാൻ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഇങ്ങനെ വറുത്തെടുക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ആ വറവിൻ്റെ സ്മെല്ല് ഉണ്ടാവില്ല കേട്ടോ. ഇതിങ്ങനെ ചെറിയ തീയിൽ വെച്ച് വറുത്തെടുത്താൽ കറിക്ക് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതിങ്ങനെ ചേനപ്പൂവൊക്കെ കിട്ടണമല്ലോ ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പിന്നെ പുളിയൊന്നും ഒഴിക്കാത്ത കറി ഇഷ്ടമുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ.
അപ്പോൾ അതാ നമ്മൾ തേങ്ങയൊക്കെ വറുത്ത് അരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ കുക്കറൊക്കെ ഓഫ് ചെയ്ത് അതിൽ നിന്ന് ഞാനൊരു ചട്ടിക്ക് നമ്മൾ സംഭവങ്ങളൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ചത് ഒഴിച്ച് കൊടുക്കുക. പിന്നെ നല്ല തിക്കായിട്ട് വേണ്ട, കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നമ്മളിത് ചോറിൽ ഒഴിച്ച് കഴിക്കാനുള്ളതാണല്ലോ. അപ്പോൾ നല്ലതുപോലെ കട്ടിയായി കഴിഞ്ഞാൽ നമുക്ക് കറിയായിട്ട് ഉപയോഗിക്കാനുള്ളതല്ലേ. അപ്പോൾ അതാ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വെള്ളം കുറച്ച് മിക്സി ഒന്ന് കഴുകിയിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ കറി ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് തിള വരുമ്പോൾ ഓഫ് ചെയ്യാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇനി അത്യാവശ്യം നല്ല ഉള്ളിയും പിന്നെ വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് ഒന്ന് വറവിട്ടെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പേനയിൽ ഇതാ കുറച്ച് ചെറിയ ഉള്ളിയും ഇട്ടിട്ട് ഒന്ന് മൂപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അത് മൂത്ത് വരുമ്പോൾ അതിക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നമ്മളെ കറിക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ അത് ആ കറിയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറിയൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുമല്ലോ അല്ലേ. ഇത് നല്ല ടേസ്റ്റുമാണ്. ഈ കാണുന്ന മാതിരി തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ട് കേട്ടോ. പിന്നെ അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എന്താ നമുക്ക് ഈ കറി ഇനി ദോശക്കാണെങ്കിലും അങ്ങനെ നമ്മളെ രാവിലത്തെ എന്ത് ബ്രേക്ക്ഫാസ്റ്റിനാണെന്നുണ്ടെങ്കിലും കഴിക്കും ചെയ്യാം കേട്ടോ. പുളി ഒഴിക്കാത്തതല്ലേ. പിന്നെ ഇന്ന് മീനൊന്നും കിട്ടാത്തതുകൊണ്ട് ഞങ്ങളിന്ന് ഉണക്കമീനാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ചക്കക്കൂട്ടാനും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പയറുപ്പേരിയും ഉണക്ക സ്രാവ് പൊരിച്ചതും ഈ കറിയായിരുന്നു കേട്ടോ. പിന്നെ അമ്മമ്മ അതാ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചക്കക്കൂട്ടാനും ചായയും കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. താങ്ക് യു.